കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിരോധത്തിലായ ആരോഗ്യവകുപ്പും സർക്കാരും. എന്നാൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ ഇന്നും ആവർത്തിച്ചു. സാധിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് ഹിറ്റാച്ചി വെട്ടിപ്പൊളിച്ച് കെട്ടിടം പൊളിച്ച് അതിനകത്ത് കയറ്റിക്കൊണ്ടുവന്നത്. അല്ലെ, അങ്ങനെ വരുമോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊരു ഉന്നതത്തിനകത്ത് കയറി വരാൻ കഴിയുന്നില്ല. നിസ്വാർത്ഥമായെന്ന് രാവും പകലും എന്നൊരു ജോലി ചെയ്തിട്ട് ഒരു രൂപ ആരോടും പ്രതിഫലം വാങ്ങാതെ കയ്യിൽ നിന്ന് പണം മുടക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ സൂപ്രണ്ട്. അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊഴിച്ചാണ് നിർത്തിവെക്കാൻ പറയുക. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പറയുന്നത് കേട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത്. ആശുപത്രികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രി സുരക്ഷാ പദ്ധതി നിലവിലുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അതേസമയം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അപകടത്തിൽ ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ അതും കൂടെ പരിശോധിക്കും. ഇത്ര വർഷമായി എന്നുള്ളത് പരിശോധിച്ചിട്ട് ആയിരിക്കും ബാക്കി തീരുമാനിക്കും. ഡോക്ടറുമായി സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന രോഗികളാണ് 10ലേക്ക് പ്രധാനമായും അവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പം അവർക്ക് അത്രയും ദൂരം പോയി അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് തുറന്നു കൊടുത്തതെന്നാണ് ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ബലക്ഷയത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ടെക്നിക്കലി ആണല്ല, അത് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD ബിൽഡിങ്ങുമായിട്ട് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കും. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടി. വിശദാംശങ്ങളുമായി MG പ്രതീഷും സലീം മാലിക്കും ചേർന്നു. MG പ്രതീഷിലേക്കാണ് ആദ്യം. MG പ്രതീഷ്, അധികാര അനാസ്ഥ കൊണ്ട് ബിന്ദു എന്നൊരു പാവം സ്ത്രീ മരിച്ചിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. ന്യായീകരണങ്ങൾ കൊണ്ട് കോട്ട കെട്ടുകയാണ്. ഇന്നലെ അവിടെ എത്തിയ മന്ത്രിമാർ പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു എന്നാണ്. ആ വാദഗതികൾ ഓരോന്നായി പൊളിയുന്നതാണ് നാം ഇന്ന് കണ്ടത്. അപ്പോഴും അതിനെ വീണ്ടും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു, സൂപ്രണ്ടിനെ കൊണ്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു ഘട്ടത്തിൽ സൂപ്രണ്ട് തന്നെ കുറ്റമേറ്റെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സൂപ്രണ്ടിന് പറ്റിയ ഒരു തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലാണ് അവിടെ ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് മന്ത്രിമാരെ ധരിപ്പിച്ചെന്നടക്കം പറയുന്നു. ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ആരോഗ്യവകുപ്പിന് നാഥനില്ലേ പ്രതീഷ്? സുഹൈൽ, മന്ത്രി വാസവൻ പറഞ്ഞതുപോലെ പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടിയതല്ല, ഗുരുതരമായ അനാസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നടന്ന അപകടത്തിൽ, ഒരു ജീവൻ നഷ്ടമായ അപകടത്തെ പല ന്യായീകരണങ്ങൾ കൊണ്ട് മറയ്ക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. കാരണം അല്പസമയം മുമ്പ് ആരോഗ്യവകുപ്പിന്റെ റിലീസ് പുറത്തു വന്നിരുന്നു. ആ റിലീസിൽ പറയുന്നത് കൃത്യമായി സുരക്ഷാ ഓഡിറ്റുകൾ നടത്താറുണ്ട് എന്നുള്ള ന്യായീകരണമാണ് ആരോഗ്യവകുപ്പ് ഒരു വാർത്താക്കുറിപ്പിലൂടെ നടത്തിയത്. പക്ഷേ അത്തരത്തിലൊരു സുരക്ഷാ ഓഡിറ്റ് നടത്തിയെങ്കിൽ എങ്ങനെ ഈ വീഴ്ച വന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനും പറഞ്ഞ ഇടത്താണ് ഒരു ആളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. അതിനെ സർക്കാരും മന്ത്രിമാരും ന്യായീകരിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ JCBയും ഹിറ്റാച്ചിയും ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നു. അത് കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ വഴികളില്ലായിരുന്നു എന്നതാണ് പ്രധാനമായും മന്ത്രി പറയുന്നത്. പക്ഷേ അപ്പോഴും മറ്റു തരത്തിലുള്ള മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന ഒരു രക്ഷാപ്രവർത്തനവും നടത്തിയില്ല. ആദ്യ ഘട്ടത്തിൽ ഉണ്ടായ മന്ത്രിമാരുടെ ആ പ്രസ്താവനയാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത്. അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. മന്ത്രിമാർക്ക് ഈ അബദ്ധം പറ്റുകയും അത് വലിയ വിമർശന വിധേയമാവുകയും ചെയ്തതോടെയാണ് സൂപ്രണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഈ കുറ്റം ഏറ്റെടുത്തത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിശദമായ അന്വേഷണം നടത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഒപ്പം ഈ സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളുടെയും സുരക്ഷാ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും അവിടെ ഒരു അന്വേഷണം, വിദഗ്ധ സമിതി, പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടാവില്ല. അത് തന്നെയാണ് സ്ഥിരം പല്ലവി, അത് തന്നെയാണ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്.